Okay, today we have some problems and its answers. Okay, in the previous classes we already discussed about some problems related to the unbiasedness and consistency sufficiency. That's it. When an estimator is a good estimator. Okay, so next we have some problems related to the topic methods of estimation. So we have two types of methods of estimations: methods of moments and methods of maximum likelihood. Okay, so first question: if f of x lambda equal to e raised to minus lambda lambda raised to x by x factorial lambda greater than 0 for x is equal to 0, 1, 2, 3, etc. then estimate lambda by the method of moments. നമുക്ക് method of moments വെച്ചിട്ട് lambda നമുക്ക് estimate ചെയ്യാം. So in the method of moments we have two types of moments, rth റോ മൊമെൻറ്റ്സ് ആൻഡ് rth സാമ്പിൾ മൊമെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? rth റോ മൊമെൻറ്റും rth സാമ്പിൾ മൊമെൻറ്റ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ലാംഡ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ വെർ ലാംഡ ഗ്രേറ്റർ ദാൻ 0 വിച്ച് ഈസ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ദെൻ മ്യൂ വൺ ഡാഷ് അതിൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്, മ്യൂ വൺ ഡാഷ് ആണ്, മ്യൂ ടു ഡാഷ് ആണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എക്സെട്ര നമുക്കറിയാവുന്നതാണ്. Then by the definition of expectation of x is equal to ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ലാംഡ വരും. എഫ് ഓഫ് എക്സ് ലാംഡയ്ക്ക് പകരം നമുക്ക് തന്നിട്ടുള്ള വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് സമ്മേഷൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. നമ്മൾ എന്ത് കോമൺ ആയിട്ട് എക്സ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. സോ ന്യൂമറേറ്ററിൽ നിന്ന് എക്സ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു എക്സ് പോകുമ്പോൾ എന്തെയും ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ടായിരിക്കും. എന്തായിരുന്നു എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് വരെയുള്ള പ്രൊഡക്റ്റാണ് അതിൻ്റെ. സോ അതിൽ എക്സ് കട്ട് ചെയ്ത് പോകുമ്പോൾ ബാക്കി എന്തായിരിക്കും? എക്സ് മൈനസ് 1 വരെ ഉണ്ടായിരിക്കുള്ളൂ. സോ ഇവിടെ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ വന്നപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടത്തും എക്സ് വരുന്നിടത്തൊക്കെ എക്സ് മൈനസ് 1 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററുള്ള ലാംഡ റേസ് ടു എക്സിൽ നിന്ന് ഒരു ലാംഡ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ ലാംഡ ഒന്ന് പുറത്തെടുക്കുമ്പോൾ ഇവിടുത്തെ ലാംഡ റേസ് ടു എക്സ് എന്തായിട്ട് മാറും? ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 ആയിട്ട് മാറും. സോ വി ഗെറ്റ് ലാംഡ ഇൻറ്റു സമ്മേഷൻ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. സോ ഇത് ഈ സമ്മേഷൻ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോബിലിറ്റി ആണ്. ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ്റെയും ടോട്ടൽ പ്രോബിലിറ്റി ഈക്വൽ ടു 1 ആണ്. സോ ഈ സമ്മേഷൻ നമുക്ക് 1 ആയിട്ട് പോകും. സോ വി ഗെറ്റ് മ്യൂ വൺ ഡാഷ് ഈക്വൽ ടു ലാംഡ കിട്ടും. Okay, then take a random samples x1, x2, etc. xn of size n from the above population and calculate the first sample moment. നമ്മൾ calculate m1 dash. That is m1 dash is equal to summation xi by n. Summation xi by n ആണ് അതിൻ്റെ ആവറേജ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ബാർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? m1 ഡാഷും mu1 dash നമ്മൾ ഇക്വേറ്റ് ചെയ്യാതോ സോൾവിങ് ദിസ് ഇക്വേഷൻ m1 dash ആൻഡ് mu1 dash ദാറ്റ്സ് ഈക്വൽ ടു m1 dash എന്തായിരുന്നു? എക്സ് ബാർ ആയിരുന്നു. മ്യൂ വൺ ഡാഷ് നമുക്ക് കിട്ടിയ ലാംഡയാണ്. സോ വി ഗെറ്റ് ലാംഡ ഈക്വൽ ടു എക്സ് ബാർ കിട്ടും. ദാറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ഓഫ് എസ്റ്റിമേറ്റ് ഓഫ് ലാംഡ ഈസ് എക്സ് ബാർ നമുക്ക് കിട്ടി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എസ്റ്റിമേറ്റ് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ ബൈ ദി മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ഫോർ ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എൻ ഓഫ് മ്യൂ സിഗ്മ. നമുക്ക് മ്യൂവും സിഗ്മ സ്ക്വയറും എസ്റ്റിമേറ്റ് ചെയ്യണം ബൈ ദി മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. നമുക്കവിടെ തന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വന്നിട്ടുണ്ട്. ഇത് probability density function corresponding to a normal distribution f of x mu lambda square നമുക്കറിയാവുന്ന എന്താണ്? 1 by sigma into root 2 pi e raised to minus x minus mu square by 2 sigma square ആണ്, where x varies in between minus infinity to infinity ആണ്. So we want to calculate mu1 dash. ആക്ച്വലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. സോ അതിൻ്റെ mu1 dash അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ തരും ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് വരിക. സോ ഇവിടെ 1 by sigma root 2 pi കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ അത് ഇൻറ്റഗ്രേഷന് പുറത്തെടുത്ത് ദാറ്റ് ഈസ് 1 by sigma root 2 pi ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് പകരം നമ്മൾ ഇസെഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ദെൻ എക്സ് ഈക്വൽ ടു എന്ത് വരും? മ്യൂ പ്ലസ് സിഗ്മ സെഡ് വരും. ദെൻ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ ഇൻറ്റു ഡി സെഡ് വരും. നമ്മൾ നേരെ കൊണ്ടുവരുന്ന മുകളിലത്തെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് മ്യൂ വൺ ഡാഷ് ഈക്വൽ ടു 1 by sigma root 2 pi ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കണം? മ്യൂ പ്ലസ് സിഗ്മ സെഡ് കൊടുക്കണം. ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 വരും. ഡി എക്സിന് പകരം എന്ത് വരും? സിഗ്മ ഡി സെഡ് വരും.
സോ ഇവിടെ നമ്മൾ രണ്ട് ഇൻ്റഗ്രേഷൻ ആക്കിയാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് മ്യൂവിൻ്റെ കൂടെ ഒന്ന് സിഗ്മ സെഡിൻ്റെ കൂടി മാറ്റുക. ദാറ്റ് ഈസ് മ്യൂ ഡിവൈഡഡ് ബൈ മ്യൂ കോൺസ്റ്റൻ്റ് നമുക്ക് പുറത്തെടുക്കാൻ വെച്ചാൽ മ്യൂ ഡിവൈഡഡ് ബൈ √2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to ∞ e⁻−z² by 2 into dz പ്ലസ് സിഗ്മ ബൈ √2π ഇൻ്റഗ്രൽ -∞ to ∞ z ഇൻറ്റു e⁻−z² by 2 into dz. ഇതെന്തായിട്ട് പോകും? ഇത് ഇൻ്റഗ്രൽ -∞ to ∞ e⁻−z² by 2 dz എന്നാൽ z ഡിസ്ട്രിബ്യൂഷന് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷനാണ്. അത് ഈക്വൽ ടു 1 ആയിട്ട് പോകും. സോ വി ഗെറ്റ് മ്യൂ. ദെൻ ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ഫ്രം -∞ to ∞ എന്തായിട്ട് പോകും? 0 പോകും. സോ വി ഗെറ്റ് μ1 ഈക്വൽ ടു എന്ത് കിട്ടും? മ്യൂ കിട്ടും. ക്ലിയർ? ദെൻ ആൾസോ μ2 എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -∞ to ∞ x² ഇൻറ്റു f(x) dx ആണ് വരിക. സോ f(x)ന് പകരം നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ f(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുകൊണ്ട് 1/σ√2π കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. ബാക്കി ഇൻ്റഗ്രൽ x² e⁻x−μ² by 2 σ² ഇൻറ്റു dx വന്നു. നമ്മൾ നേരത്തെ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് പകരം ഇസെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ പ്ലസ് സിഗ്മ സെഡ് ആയിട്ട് വരും. ഡി എക്സ് ഇസ് ഈക്വൽ ടു വരും സിഗ്മ ഇൻറ്റു ഡി സെഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ ഇവിടെ എന്തായിട്ട് മാറും? 1/σ√2π ഇൻ്റഗ്രൽ -∞ to ∞ മ്യൂ പ്ലസ് സിഗ്മ സെഡ് ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ് e⁻z² by 2 ഇൻറ്റു സിഗ്മ ഡി സെഡ് വരും. ഓക്കെ, നമ്മൾ ഇതിന് ഇവിടെ എന്താ a+b ഹോൾ സ്ക്വയർ വെച്ചതിനെ സ്പ്ലിറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് μ² പ്ലസ് മ്യൂ സിഗ്മ സെഡ് പ്ലസ് ഇവിടെ 2 times മ്യൂ സിഗ്മ സെഡ് ഉണ്ടായിരിക്കും പ്ലസ് സിഗ്മ സെഡ് ഹോൾ സ്ക്വയർ. ഇവിടെ 2ab ആണ്. സോ 2 ഇൻറ്റു മ്യൂ സിഗ്മ സെഡ് പ്ലസ് സിഗ്മ സെഡ് ഹോൾ സ്ക്വയർ e⁻z² by 2 വരും. നമ്മൾ ഓരോ ഇൻ്റഗ്രേഷൻ സെപ്പറേറ്റ് എടുത്തത്. സോ വി ഗെറ്റ് μ² by √2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to ∞ e⁻z² by 2 dz. ഇവിടെ 2 ഇൻറ്റു മ്യൂ സിഗ്മ സെഡ് ഉണ്ടായിരിക്കും. സോ 2 ഇൻറ്റു മ്യൂ സിഗ്മ ബൈ √2π ഇൻ്റഗ്രൽ -∞ to ∞ z ഇൻറ്റു e⁻z² by 2 dz പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ √2π ഇൻ്റഗ്രൽ -∞ to ∞ z² e⁻z² by 2 ഇൻറ്റു dz. ഇവിടെ നമുക്കറിയാവുന്നതാണ് ഇത് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിട്ട് പോകും. ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് 0 പോകും. ഇത് നമ്മൾ എന്ത് ചെയ്യാം? z² യു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട്. സോ ആഫ്റ്റർ ദി സോൾവേഷൻ വി ഗെറ്റ് μ² പ്ലസ് സിഗ്മ സ്ക്വയർ. ഇത് 0 പോകും, ഇത് 1 ആയിട്ട് പോകും, ഇത് എന്തായിട്ട് പോകും? ഇതും 1 വരും ബൈ ദി സബ്സ്റ്റിറ്റ്യൂഷൻ. z² പകരം യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സിഗ്മ സ്ക്വയർ കിട്ടും. സോ μ2 ഇസ് ഈക്വൽ ടു μ² പ്ലസ് സിഗ്മ സ്ക്വയർ. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? m1 m2 കണ്ടുപിടിക്കണം. സോ നമ്മൾ റാൻഡം സാമ്പിൾ ചൂസ് ചെയ്യുന്നു x1 x2 എക്സെട്ര xn. ദെൻ ദി കറസ്പോണ്ടിങ് സാമ്പിൾ മൊമെൻറ്റ് m1 m2 നമ്മൾ ചൂസ് ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു m1 ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ xi ദാറ്റ്സ് ഈക്വൽ ടു x ബാർ ആണ്. ദെൻ m2 ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ xi സ്ക്വയർ. ഇത് നമ്മൾ എന്ത് ചെയ്യുക? m1 m2 μ1 ആയിട്ടും μ2 ആയിട്ട് നമ്മൾ എന്ത് ഇക്വേറ്റ് ചെയ്യുക? അത് സോൾവ് ചെയ്തുകൊണ്ട്. സോ വി ഗെറ്റ് μ1 ഈക്വൽ ടു x ബാർ കിട്ടും, μ2 ഈക്വൽ ടു എന്ത് വരും? 1/n ഇൻറ്റു സമ്മേഷൻ xi സ്ക്വയർ ആണ് m2. സോ അതായിട്ട് ഇക്വേറ്റ് ചെയ്യുക. μ2 പറഞ്ഞാൽ μ² പ്ലസ് സിഗ്മ സ്ക്വയർ ആണ്. അതായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ xi സ്ക്വയർ മൈനസ് μ² വരും. μ² എന്ന് പറഞ്ഞാൽ x ബാർ ആണ്. അപ്പോൾ mu പറഞ്ഞാൽ x ബാർ ആണ്. സോ x ബാർ സ്ക്വയർ വരും. സോ വി ഗെറ്റ് 1/n ഇൻറ്റു സമ്മേഷൻ xi സ്ക്വയർ മൈനസ് x ബാർ സ്ക്വയർ. ഓർ വി ക്യാൻ റൈറ്റ് സിഗ്മ ഗ്യാപ്പ് സ്ക്വയർ ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ xi മൈനസ് x ബാർ ദി ഹോൾ സ്ക്വയർ. ക്ലിയർ? Next question, find the maximum likelihood estimators for the random sampling from a normal population n of mu sigma square for first question population mean mu when the population variance sigma square is known. Second question, the population variance sigma square when the population mean mu is known. Then third one, the simultaneous estimation of both the population mean and variance known. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ വെച്ചിട്ടാണ് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. തന്നിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റിൽ നമുക്ക് മാക്സിമം ആയിരിക്കണം അതിൻ്റെ വേരിയൻസ് വരേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റഡ് അൺബയാസ്നെസ് ആകും വേണം. സോ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ f(x mu sigma square) അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. 1/σ√2π e⁻x minus mu square by 2 sigma square and x varies in between -∞ to ∞ നമുക്കറിയാവുന്നത്. നമുക്ക് ആദ്യം എന്തെങ്കിലും ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്യണം. സോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി, കറസ്പോണ്ടിങ് x1 x2 എക്സെട്ര xn. സോ
Therefore L equal to product I equal to 1 to n f of xi mu sigma square. f of xi mu sigma square പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 1/σ√2π കോൺസ്റ്റന്റ് ആണ്. സോ പ്രൊഡക്റ്റ് 1/σ√2π e raised to minus xi minus mu whole square by 2 sigma square. ഒരു പ്രൊഡക്റ്റിന് n ടൈംസ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്താൽ 2നെ 10 തവണ പ്രൊഡക്റ്റ് ചെയ്താണ് 10 സ്ക്വയർ 2 തവണ നമ്മൾ 10നെ നമ്മൾ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 സ്ക്വയർ ആണ്. അതിന് 10 തവണ നമ്മൾ 10 raised to 10. അതുപോലെയാണെങ്കിൽ 1/σ√2π ആണ് ഒരു കോൺസ്റ്റന്റ്. അതിന് നമ്മൾ n ടൈംസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1/σ√2π all raised to n വരും. ദെൻ ബാക്കി കോൺസ്റ്റന്റ് ഇവിടെ xi ആണ് നമ്മുടെ വേരിയബിൾ വരിക. സോ ഒരു xi e raised to x1 into e raised to x2 എന്താണ് e raised to x1 plus x2 ആണ്. അതുപോലെ e raised to x1 plus x2 plus x3 പ്ലസ് എന്താണ് e raised to x1 into e raised to x2 into e raised to x3 എക്സെട്ര നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. സോ ഇത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? e raised to മൈനസ് സമ്മേഷൻ xi മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? അതിൻ്റെ ലോഗ് കണ്ടുപിടിക്കുക. ആ ലോഗിനെ വിത്ത് റെസ്പെക്ട് ടു ഏതാണോ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാക്സിമൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ലോഗ് എൽ ഈക്വൽ ടു വി ഗെറ്റ് ബൈ ദി ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് 1/2 ഇൻറ്റു ലോഗ് 2π മൈനസ് n/2 ഇൻറ്റു ലോഗ് സിഗ്മ സ്ക്വയർ മൈനസ് 1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ദി സ്ക്വയർ വരും. ഇവിടെ നമ്മൾ എക്സ്പൊണൻഷ്യലും ലോഗും ആൻറ്റി ഓപ്പറേഷൻ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോപ്പുലേഷൻ മീൻ മ്യൂ വെൻ ദി പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഈസ് നോൺ. പോപ്പുലേഷൻ മീൻ വിത്ത് റെസ്പെക്ട് ടു നമുക്ക് കണ്ടുപിടിക്കണം. സോ ഡോ ലോഗ് എൽ ബൈ ഡോ മ്യൂ ഇതിനെന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു മ്യൂ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഇവിടെ മ്യൂ ഇല്ല, ഇവിടെയും മ്യൂ ഇല്ല, രണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു മ്യൂ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് പോകും. സോ ഇവിടെ മ്യൂ ഉണ്ട്, നമ്മളവിടെ എന്ത് ചെയ്യാം? ചെയിൻ റൂൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ മൈനസ് ഈ എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2 ടൈംസ് ആയിട്ട് മാറും. സോ 2 ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ. ഈ മൈനസ് മ്യൂവിനെ വീണ്ടും ചെയ്യുമ്പോൾ -1 വരും. ഈ മൈനസും ഇവിടുത്തെ മൈനസും പ്ലസ് ആയിട്ട് പോകും. 2 ക്യാൻസൽ ആയിട്ട് 1/σ സ്ക്വയർ ഇൻറ്റു xi. നമുക്ക് സമ്മേഷൻ xi ബൈ n ഉണ്ടെങ്കിൽ നമുക്ക് x ബാർ ആക്കാൻ പറ്റും. അവിടെ n ഇല്ല, സോ നമ്മൾ n ആഡ് ചെയ്തു. സോ n x ബാർ വരും. n ടൈംസ് മ്യൂവിനെ നമ്മൾ സം ചെയ്യുമ്പോൾ ഇപ്പോൾ 1ന് നമ്മൾ n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ n ഇൻറ്റു 1 ആണ്. സോ അതുപോലെ തന്നെ n ഇൻറ്റു മ്യൂ വരും. സോ ഇത് എപ്പോഴാണോ 0 ആവുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും. സോ ഡോ ബൈ ഡോ മ്യൂ ഓഫ് ലോഗ് എൽ ഈക്വൽ ടു 0 എപ്പോഴും വരാം. ഇത് നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വരും n x ബാർ ഈക്വൽ ടു n മ്യൂ വരും. n എന്നും ക്യാൻസൽ പോകുമ്പോൾ വി ഗെറ്റ് x ബാർ ഈക്വൽ ടു മ്യൂ വരും. സോ എക്സ് ബാർ ഈക്വൽ ടു മ്യൂലാണ് അത് മാക്സിമം വാല്യൂ വരും. അതിനത് മാക്സിമം ആണോ മിനിമം ആണോ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അത് മാക്സിമൈസ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ അത് മിനിമൈസ് ആയിരിക്കും. സോ ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ മ്യൂ സ്ക്വയർ ഇതിനെന്ത് ചെയ്യും? വീണ്ടും വിത്ത് റെസ്പെക്ട് ടു മ്യൂ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് നമുക്ക് വി ഗെറ്റ് നെഗറ്റീവ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് മൈനസ് n/σ സ്ക്വയർ വിച്ച് ഈസ് നെഗറ്റീവ്. ഹെൻസ് എക്സ് ബാർ ഈസ് ദി മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് ദി പോപ്പുലേഷൻ മീൻ. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ദ പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണം വെൻ ദി പോപ്പുലേഷൻ മീൻ മ്യൂ നമുക്ക് നോൺ ആയിരിക്കും. സോ വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്കോർ ആണ് നമ്മളവിടെ എന്തെങ്കിലും അതിൻ്റെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഡോ ബൈ ഡോ സിഗ്മ സ്ക്വയർ ലോഗൽ ഈക്വൽ ടു മൈനസ് n/2 സിഗ്മ സ്ക്വയർ പ്ലസ് 1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. നമുക്ക് ഇവിടെ അറിയാവുന്നതാണ് എന്ത്? നമ്മളുടെ ലോഗ് എൽ ഈക്വൽ ടു ഇതാണ്. ഇതൊരു സിഗ്മ സ്ക്വയർ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് 0 പോകും. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്ക്വയർ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം വി ഗെറ്റ് മൈനസ് n/2 സിഗ്മ സ്ക്വയർ പ്ലസ് 1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ വരും. സോ അതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ സോൾവ് ചെയ്തുകൊണ്ട് സോ വി ഗെറ്റ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ xi മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. ദെൻ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. സോ അതിനെന്ത് ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്കോർ ഇതിനാണ് ചെയ്യുന്നത്. സിഗ്മ സ്കോർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ആൾവേസ് നെഗറ്റീവ് വരും. കാരണം 1/2 സിഗ്മ സ്കോർ 1/2 സിഗ്മ റേസ് ടു 4 ഒക്കെ ഉള്ളതുകൊണ്ട് വിച്ച് ഈസ് ഒബ്വിയസ്ലി നെഗറ്റീവ് ആണ് വരിക. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് വൺ എന്തായിരുന്നു? Third one, the simultaneous estimation of both the population mean and population variance ആണ് നമുക്ക് കണ്ടുപിടിക്കാറ്. സോ പോപ്പുലേഷൻ മീൻ ആൻഡ് പോപ്പുലേഷൻ വേരിയൻസ്. സോ നമുക്ക് വിത്ത് റെസ്പെക്ട് മ്യൂവും വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്കോറും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന് ഈക്വൽ ടു 0 ആണ്. വിത്ത് റെസ്പെക്ട് ടു മ്യൂവും വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്കോർ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഡോ ലോഗൽ ബൈ ഡോ മ്യൂ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ബാർ ഈക്വൽ ടു മ്യൂ ആണ് ഫ്രം ദി 1 ആൻഡ് ഡോ സ്കോർ ഈക്വൽ നമുക്ക് കിട്ടുന്നതാണ് 1/n ഇൻറ്റു സമ്മേഷൻ xi മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1/n ഇൻറ്റു xi മൈനസ്
1/n into summation xi minus x bar the whole square വരും. സോ 1/n into summation xi minus x bar the whole square നമ്മുടെ സാമ്പിൾ വേരിയൻസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എസ് സ്ക്വയർ ആണ്. നോട്ട് ദാറ്റ് ഇറ്റ് മേ ബി പോയിന്റ് ഔട്ട് ദാറ്റ് ത്രൂ എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ ക്യാപ് ഈക്വൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ ആണ്. പക്ഷേ എക്സ്പെക്ടേഷൻ ഓഫ് സിഗ്മ സ്ക്വയർ ഈക്വൽ എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ഹെൻസ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റഡ് നീഡ് നോട്ട് നെസസറിലി അൺബാസ്ഡ്. അത് അൺബാസ്ഡ്നെസ് ആകണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. അത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആയി അതിൻ്റെ ആ എസ്റ്റിമേറ്റർ ആയിരിക്കണം അതിൻ്റെ മാക്സിമം ആയിട്ട് വരുന്ന എസ്റ്റിമേറ്റർ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given the frequency function f of x theta equal to e raised to minus x square by 2 theta square divided by theta into root 2 pi where x varies in between minus infinity to infinity. Find the maximum likelihood estimator for theta. തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, അതിന് വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ ലോഗരിതമിക് ചെയ്യുക, അതിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അത് മാക്സിമം ആണോ മിനിമം ആണോ ചെയ്യാണ് വേണ്ടത് നമുക്ക്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ എഫ് ഓഫ് എക്സ് തീറ്റ തന്നാൽ അതിന് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് തീറ്റ വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 തീറ്റ സ്ക്വയർ ബൈ തീറ്റ ഇൻറ്റു റൂട്ട് 2 പൈ. ഈ 1/തീറ്റ റൂട്ട് 2 പൈ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ ഒരു കോൺസ്റ്റൻ്റ് നമ്മൾ n ടൈംസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വി ഗെറ്റ് 1/തീറ്റ ഓഫ് റൂട്ട് 2 പൈ ഓൾ റേസ് ടു n വരും. ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 തീറ്റ ആണ്. ആ എക്സ്1 x2 എക്സെട്ര എക്സ് അതിൻ്റെ സ്ക്വയറാണ് ഇതാണ്. അപ്പോൾ ഇ റേസ് ടു x1 ഇൻറ്റു ഇ റേസ് ടു x2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇ റേസ് ടു x1 പ്ലസ് ഇ റേസ് ടു x2 ആണ്. സോ ആ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇ റേസ് ടു മൈനസ് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര xn സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ 2 തീറ്റ സ്ക്വയർ. നമ്മൾ എന്ത് ഇതിൻ്റെ ലോഗരിതം എടുക്കാം. സോ ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് ലോഗ് എ ഇൻറ്റു ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് എ ഇൻറ്റു ബി ആണ് എന്തായിരിക്കും? ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. സോ നമ്മൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ലോഗ് എൽ ഈക്വൽ ടു മൈനസ് എൻ ലോഗ് തീറ്റ മൈനസ് എൻ ഇൻറ്റു ലോഗ് റൂട്ട് 2 പൈ മൈനസ് 1/2 തീറ്റ സ്ക്വയർ ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര xn സ്ക്വയർ വരും. ഇനി എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക പാർഷ്യലി. സോ ഡോ ബൈ ഡോ തീറ്റ ഓഫ് ലോഗ് എൽ ഈക്വൽ ടു മൈനസ് n/തീറ്റ പ്ലസ് അങ്ങനെ ലോഗ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1/തീറ്റ. ലോഗ് ഇവിടെ തീറ്റ ഇല്ല, സോ അത് 0 ആയിട്ട് പോകും. സോ ഇവിടെ 1/2 തീറ്റ സ്ക്വയർ ആണ്. അതിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് തീറ്റ റേസ് ടു മൈനസ് 3/2 ആണ്. സോ ആ 2 കട്ട് ചെയ്ത് പോകും. സോ 1/തീറ്റ ക്യൂബ് മൈനസും ഇവിടെ വരുന്ന മൈനസും കൂടി പ്ലസ് ആയിട്ട് പോകും. സോ 1/തീറ്റ ക്യൂബ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ. സോ അതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. സോ ഇതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 എന്നിട്ട് എന്ത് ചെയ്യാൻ? തീറ്റയ്ക്ക് അതിനെ സോൾവ് ചെയ്തുകൊണ്ട്. സോ ഇവിടെ തീറ്റ ഉണ്ട്, ഇവിടെ തീറ്റ ക്യൂബ് ഉണ്ട്. സോ നമ്മളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്തുകൊണ്ട് ഇവിടെ തീറ്റ ഉണ്ട്, തീറ്റ സ്ക്വയർ നമുക്ക് തീറ്റ കോമൺ ആയിട്ട് ഇട്ടാകുമ്പോൾ ഇവിടെ തീറ്റ സ്ക്വയർ വരും. സോ ആ തീറ്റ സ്ക്വയർ ഇങ്ങോട്ട് എന്നിനെ ഇങ്ങോട്ട്. അപ്പോൾ തീറ്റ സ്ക്വയർ ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ ബൈ n വരും. സോ തീറ്റ ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര xn സ്ക്വയർ ഡിവൈഡ് ബൈ n വരും, വിച്ച് ഈസ് ദി മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. കാരണം അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ ഓൾസോ നമുക്ക് നെഗറ്റീവ്സ് ആണ് കിട്ടും. ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്, ഇതും നെഗറ്റീവ് ആയിട്ട് മാറും. സോ ഇതിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആണ് തീറ്റ ഈക്വൽ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ ഡിവൈഡ് ബൈ n. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനും ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എസ്റ്റിമേറ്റർ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ്. ഫൈൻഡ് ദി മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് തീറ്റ ഈക്വൽ ടു 1 പ്ലസ് തീറ്റ എക്സ് റേസ് ടു തീറ്റ വേർ തീറ്റ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് തീറ്റ ലെസ് ദാൻ ഈക്വൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ആൻഡ് സെക്കൻഡ് വൺ എഫ് ഓഫ് എക്സ് തീറ്റ ഈക്വൽ തീറ്റ റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് തീറ്റ ഓൾ റേസ് ടു 1 മൈനസ് എക്സ് തീറ്റ ലെസ് ദാൻ ഈക്വൽ 0 ലെസ് ദാൻ ഈക്വൽ തീറ്റ ലെസ് ദാൻ ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ x1. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, സെയിം പ്രൊസീജിയർ തന്നെയാണ്. സോ ഇവിടെ എഫ് ഓഫ് എക്സ് തീറ്റ ഈക്വൽ ടു എന്താണ്? 1 പ്ലസ് തീറ്റ ഇൻറ്റു എക്സ് റേസ് ടു തീറ്റ ആണ്. ക്ലിയർ? ദെൻ അതിന് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണ്? പ്രൊഡക്റ്റ് എഫ് ഓഫ് എക്സ് തീറ്റ വരും. സോ ഇതിനെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 പ്ലസ് തീറ്റ എക്സ് ഐ റേസ് ടു തീറ്റ. ഇവിടെ 1 പ്ലസ് തീറ്റ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻ്റ് n ടൈംസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 1 പ്ലസ് തീറ്റ റേസ് ടു n വരും. പ്രൊഡക്റ്റ് എക്സ് ഐ റേസ് ടു തീറ്റ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതിന് ലോഗ് കൊടുക്കുക. സോ ലോഗ് കൊടുക്കുമ്പോൾ ലോഗ് എ ഇൻറ്റു ബി ആണ് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് കിട്ടും? ലോഗ് എൽ ഈക്വൽ ടു n ഇൻറ്റു ലോഗ് 1 പ്ലസ് തീറ്റ ഇൻറ്റു സമ്മേഷൻ ലോഗ് എക്സ് ഐ.
ഈ പ്രൊഡക്റ്റ് എങ്ങനെ സമ്മേഷനായിട്ട് മാറി നമുക്കറിയാവുന്നതാണ്. പ്രൊഡക്റ്റ് എക്സ് ഐ റേസ് ടു ഡീറ്റ എന്നാൽ എന്തെങ്കിലും x1 റേസ് ടു ഡീറ്റ പ്ലസ് x2 റേസ് ടു ഡീറ്റ പ്ലസ് എക്സെട്ര. അതും നമ്മുടെ ലോഗിൻ്റെ സമ്മേഷൻ പ്രോപ്പർട്ടീസ് നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണെന്നാണ്, ലോഗ് എ ഇൻറ്റു ബി ആണ്. സോ ആ പ്രോസസ്സ് വെച്ച് നമുക്ക് എന്ത് പറ്റും, അതിന് തീറ്റ ഇൻറ്റു സമ്മേഷൻ ലോഗ് എക്സ് ഐ ആക്കി മാറ്റാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ വി ഗെറ്റ് log 1 plus theta ഡെറിവേറ്റീവ് എന്ത് വരും, 1/1 plus theta. സോ n/1 plus theta, ഇവിടെ തീറ്റ ഡെറിവേറ്റീവ് 1 ആയിട്ട് പോകും, സമ്മേഷൻ ലോഗ് എക്സ് ഐ വരും. ഇനി ഇത് നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് n/1 plus theta ഈക്വൽ ടു മൈനസ് സമ്മേഷൻ ലോഗ് എക്സ് ഐ വരും. സോ നമുക്ക് തീറ്റ ഈക്വൽ ടു ആണ് കിട്ടേണ്ടത്. സോ 1 പ്ലസ് നേരെ റെസിപ്രോക്കൽ എടുക്കുക. സോ എന്തായിട്ട് മാറും, 1 plus theta ഈക്വൽ ടു മൈനസ് n/സമ്മേഷൻ ലോഗ് എക്സ് വരും. തീറ്റ ഈക്വൽ ടു എന്ത് വരും, മൈനസ് n/സമ്മേഷൻ ലോഗ് എക്സ് ഐ -1. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ സോൾവ് ചെയ്തുകൊണ്ട് സോ വി ഗെറ്റ് തീറ്റ ക്യാപ്പ് അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്ത് വരും, മൈനസ് ഓഫ് n പ്ലസ് സമ്മേഷൻ ലോഗ് എക്സ് ഐ ബൈ സമ്മേഷൻ ലോഗ് എക്സ് ഐ. നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ എന്ത് വരും, n ബൈ സമ്മേഷൻ ലോഗ് എക്സ് വരും, ഇത് 1 ആയിട്ട് മാറും. സോ വി ഗെറ്റ് മൈനസ് ഓഫ് 1 പ്ലസ് n ബൈ സമ്മേഷൻ ലോഗ് എക്സ് ഐ വരും. സോ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ ഓൾറെഡി ഇവിടെ മൈനസ് ഇവിടെ നെഗറ്റീവ് തന്നെ വരിക. സോ ഈ തീറ്റ ക്യാപ്പ് ഈക്വൽ മൈനസ് ഓഫ് 1 പ്ലസ് n ബൈ സമ്മേഷൻ ലോഗ് എക്സ് ഐ ആണ് അതിൻ്റെ എന്ത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ. ഓക്കെ, സെക്കൻഡ് കേസിൽ എഫ് ഓഫ് എക്സ് തീറ്റ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, തീറ്റ റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് തീറ്റ റേസ് ടു 1 മൈനസ് എക്സ് ആണ്. ഓക്കെ, അതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അത് പ്രൊഡക്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് തീറ്റ ആണ്. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് എടുക്കുക. പ്രൊഡക്റ്റ് തീറ്റ റേസ് ടു എക്സ് ഐ 1 മൈനസ് തീറ്റ റേസ് ടു 1 മൈനസ് എക്സ് ഐ. തീറ്റ റേസ് ടു എക്സ് ഐ ഉണ്ട്, 1 മൈനസ് തീറ്റ റേസ് ടു 1 മൈനസ് എക്സ് ഐ ഉണ്ട്. സോ തീറ്റ റേസ് ടു എക്സ് ഐ സമ്മേഷൻ കൊടുക്കുക. തീറ്റ റേസ് ടു സമ്മേഷൻ എക്സ് ഐ 1 മൈനസ് തീറ്റ റേസ് ടു n മൈനസ് സമ്മേഷൻ എക്സ് വരും. സമ്മേഷൻ എക്സ് ഐ ബൈ n ആണ്, എക്സ് ബാർ ആണ്. സോ ഇവിടെ n ഇല്ല. സോ നമ്മളൊരു n ഡിവൈഡ് ബൈ n ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇൻറ്റു n കൊടുക്കണം. സോ തീറ്റ റേസ് ടു n എക്സ് ബാർ ഇൻറ്റു 1 മൈനസ് തീറ്റ റേസ് ടു n മൈനസ് n എക്സ് ബാർ. സമ്മേഷൻ എക്സ് ഐ ബൈ n എക്സ് ബാർ ആകുമ്പോൾ ഒരു n നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു n അവിടെ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണം. സോ ഇതിൻ്റെ ലോഗരിതം എടുക്കുക. ലോഗ് എൽ ഈക്വൽ ടു n എക്സ് ബാർ ഇൻറ്റു ലോഗ് തീറ്റ പ്ലസ് n മൈനസ് n എക്സ് ബാർ ഇൻറ്റു ലോഗ് 1 മൈനസ് തീറ്റ. ഇനി എന്താ ചെയ്യാൻ പറ്റുക, പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. സോ വി ഗെറ്റ് ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു n എക്സ് ബാർ ബൈ തീറ്റ. ലോഗ് തീറ്റ എന്നാൽ 1 ബൈ തീറ്റ മൈനസ് n മൈനസ് n എക്സ് ബാർ ഇൻറ്റു ലോഗ് 1 മൈനസ് തീറ്റ. ലോഗ് 1 മൈനസ് തീറ്റ എന്നാൽ 1 ബൈ 1 മൈനസ് തീറ്റ വരും, ഇൻറ്റു ഒരു -1 വരും. സോ മൈനസ് ഓഫ് n മൈനസ് n എക്സ് ബാർ ബൈ 1 മൈനസ് തീറ്റ. അതിന് നമ്മൾ എന്ത് ചെയ്യുക, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. സോൾവ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് വി ഗെറ്റ് ക്രോസ് മൾട്ടിപ്ലൈ ആദ്യം. സോ n എക്സ് ബാർ മൈനസ് n തീറ്റ എക്സ് ബാർ മൈനസ് n തീറ്റ പ്ലസ് n തീറ്റ എക്സ് ബാർ ഡിവൈഡ് ബൈ തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ ഈക്വൽ 0. ഇവിടെ മൈനസ് n തീറ്റ എക്സ് ബാറിൻ്റെ ഇവിടെ പ്ലസ് n തീറ്റ എക്സ് ബാർ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 0 വരും. സോ വി ഗെറ്റ് n എക്സ് ബാർ മൈനസ് n തീറ്റ ഈക്വൽ ടു 0. അതിന് നമുക്ക് n കോമൺ ആയിട്ട് കട്ട് ചെയ്ത് പോയാൽ വി ഗെറ്റ് തീറ്റ ക്യാപ്പ് ഈക്വൽ ടു എക്സ് ബാർ. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആയതുകൊണ്ട് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. സോ ഇതിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആണ് എന്ത്, എക്സ് ബാർ എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ. സോ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷനും മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് മൊമെൻറ്റും മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ഇതിലുണ്ട്. അപ്പോൾ പ്രൊസീജിയർ മാത്രം നോക്കി പോയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു വെക്കാം. ക്ലിയർ.